റിയാദിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടോ വണ്ടികൾ കൊണ്ടുപോകുന്നതാണ്, പുതിയ വണ്ടികൾ. ഈ വണ്ടിയുടെ നീളം കണ്ടോ, എത്ര നീളം നോക്കി. അതുപോലെ ഓപ്പോസിറ്റ് സൈഡിൽ മൊത്തം വണ്ടികൾ കംപ്ലീറ്റ് പുതിയ വണ്ടികൾ അവിടെ നിന്ന് കൊണ്ടുപോയി കമ്പനികളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേക്ക് ഒതുക്കിയിട്ടേക്കാണ്. എല്ലാം വലിയ വലിയ വണ്ടികളാണ്, ട്രെയിലറും. അതിനകത്ത് എത്ര വണ്ടി കയറുന്നു, 6 വണ്ടി താഴെയും 6 വണ്ടി പോകും, 12 വണ്ടി കയറും. പറയുടെയൊക്കെ വണ്ടികളാണ്. ഒരു മുജമ്മയാണ്, പുതിയ ഒരു മുജമ്മ. സ്റ്റാർട്ടായിട്ടില്ല, സ്റ്റാർട്ടാകാൻ വേണ്ടി പോകുന്നതാണ്. ഒരു കോഫി ഷോപ്പ്, കമ്പനി കോഫി ഷോപ്പ്. ഇവിടെ റേറ്റ് കൂടുതലാണ്. ഒരു കോഫിക്ക് 10 റിയാൽ. അങ്ങനെ കോഫിയൊക്കെ മേടിച്ച് നമ്മൾ റിയാദിന്റെ അതിർത്തിയിൽ കയറി. അതിർത്തി കയറിയിട്ട് കുറെ നേരമായി. ഇനി നമ്മള് ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മൾ റിയാദ് സിറ്റിയിലെത്തും. 10 മണിക്കൂറത്തെ യാത്രയിൽ ചെറിയ ചെറിയ ഇടവേളകൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ റിയാദിലെത്തിയപ്പോൾ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ വിളിച്ചു. അദ്ദേഹം നല്ല സുഖസുന്ദരമായുള്ള ഉറക്കം, എന്നാലും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് ഹലോ പറഞ്ഞു. നമ്മൾ നാളെ കാണാമെന്നും പറഞ്ഞു. ക്ഷണം ഉണ്ടായെങ്കിലും നമ്മൾ വന്ന ടൈമും ഇത്രയും നേരം വണ്ടി ഓടിച്ചതും ഇരുന്നതുമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് എന്താക്കാൻ കഴിഞ്ഞില്ല. ആരെ നമ്മളിന്ന് മീറ്റ് ചെയ്യുന്നില്ല. നാളെ ഇപ്പോൾ മെയിനായിട്ട് ഉച്ചയ്ക്ക് ജുമാ നമസ്കാരവും കഴിഞ്ഞ് നമ്മൾ മീറ്റ് ചെയ്യേണ്ട 2-3 സൗദികളെയൊക്കെ മീറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മളെന്താക്കും, നാട്ടുകാരെ കാണും. ആദ്യം നമുക്കുള്ള നമ്മുടെ കീശ, പിന്നെ കീശയും നിറയണം, വയറും നിറയണം അല്ലേ. 400 കിലോമീറ്റർ. അപ്പൊ ഒരുപാട് നാളത്തേക്ക് ശേഷമാണ് ഇപ്പൊ നമ്മൾ റിയാദിൽ എത്തിയത്. ഒരുപാട് നാളത്തേക്ക് ശേഷം, ആകെ ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം റിയാദിൽ വന്നിട്ടുള്ളു. എന്നാലും പറയാമല്ലോ, നിങ്ങള് പണ്ടത്തെ സീറ്റാണ്, പെരിന്തൽമണ്ണ വില്ലനാണ് നിങ്ങള്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഇരുന്നാ പറ്റൂല. തുറന്ന് എന്നെ പറയണം, ശ്രദ്ധിക്കണേ. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബത്തയുടെ ഹൃദയഭാഗത്ത് ബിൽഡിങ്ങുകളെ കണ്ട മറ്റേ പഴയ തിയേറ്ററിന്റെ മോഡലൊക്കെ. സിറ്റിയുടെ വേണ്ടപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ കഴിഞ്ഞു, നല്ലൊരു മനുഷ്യൻ, മുഹമ്മദ് അലി. അദ്ദേഹത്തെ നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വൈകിട്ട്. ഇന്നത്തെ അടുത്ത വീഡിയോയിൽ മൊത്തം ഇനി ആളുടെ കലാപരിപാടികളാണ്. നായാട്ടാണ്. നാളെ സൂല് പോവാണ്ട് അല്ലേ, നാളെ ബിരിയാണി നമ്മള് റൂം എടുക്കാൻ നിന്നപ്പോ ആള് സമ്മതിക്കുന്നില്ല. ആളെ റൂമിൽ നിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കുമ്പോ അതൊരു വലിയ ലാഭമായിട്ടാണ് നമ്മൾ കാണുന്നത്. ചെലവ് കിട്ടിയതായല്ലോ. അതെ, എൻജോയ് ചെയ്യാനല്ലേ റൂം എടുത്ത് കളയുന്ന പൈസ കൊണ്ട് നമ്മൾ മട്ടനും ചിക്കനും മേടിച്ചില്ല. എൻജോയ്. ഇവിടെ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ, മൊത്തം റൈറ്റ് സൈഡ് കാണാം അല്ലേ. ഇനിയിപ്പോ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട അളിയനെ കാണാൻ. ഇനി ആളിയന്റെ കലാപരിപാടികളായിരിക്കും കേട്ടല്ലേ വേണ്ട. റൈറ്റ് പറയാൻ പറ്റും, അതിനടിച്ചാലേ പറ്റും. അപ്പോൾ ഒരു ക്യാമറ കണ്ണിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പാലമൊക്കെ ഒരുമാതിരി രീതിയിലൊക്കെയാണ് പാലമൊക്കെ പണി വെച്ചേക്കുന്നത് അല്ലേ. പാലമൊക്കെ ഇവിടെ ആദ്യമായിട്ട് വരണോ മൊത്തം പാടും, നല്ലോണം ഒന്ന് പാടി തിമിർത്തിട്ട് പോവും. ഇതിപ്പോ ഇന്നലെ നമ്മള് പാതിരാത്രി കയറി ഇറങ്ങിയ റോഡാണല്ലോ. ഇന്ന് വലിയ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട്. ഇന്ന് പകൽ കാഴ്ചയാണ്, ഇന്നലെ നൈറ്റ് കാഴ്ചകളായിരുന്നു. നൈറ്റിൽ വീഡിയോ എടുത്തിട്ടില്ല, നമ്മളെ അതിഥിയെ കാണിച്ചില്ല.
ഇത് നമ്മള് കാണിക്കാൻ നമ്മളെ കൂടെ ഉള്ള അതികളെ കാണണ്ടേ അല്ലേ? കാണണല്ലോ. ഇബ്രായി ഇതൊക്കെ പറഞ്ഞോളി. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാരും അല്ലേ? എന്താണ് നിങ്ങൾക്ക് റിയാദ് പത്തയെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാം. അതെ, അതാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോ കുടുംബശ്രീയിലൂടെയൊക്കെ നമുക്കിത് വ്യാപിപ്പിക്കണം. അല്ലേ? വന്നിട്ടുണ്ട് ഈന്തപ്പനകൾ രണ്ട് സൈഡിലും ഉണ്ട്, എല്ലാം വാടിക്കരിഞ്ഞിരിക്കുകയാണ്. സംഭവം കൊള്ളാട്ടെ. നമ്മളിപ്പോ ഈ ബത്തേലൊക്കെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് നമുക്ക് സമയം പോണ അറിയാനേ കഴിയുന്നില്ല. ഒരു ബൊംബൈ തിന്നപോലെ. ഒരു മുംബൈ തെരുവ് തന്നെ. പേരും തിരക്കട്ടെ, ബംഗാളി കടകളാണ് കംപ്ലീറ്റ്. നമ്മൾ എടുക്കാതിരുന്ന വീഡിയോ. ബംഗാളി എത്ര പരസ്യമായിട്ടാണ് ഓരോന്ന് ചെയ്യണത്. ശംഭു ആയാലും കന്നി ആയാലും അതൊക്കെ പരസ്യമായിട്ടിട്ട് അവരങ്ങ് ഒരു ഇതുമില്ല, ആരെയും പേടിയില്ല. പിന്നെ നമ്മൾ കഴിച്ച നിമാസ് ഹോട്ടൽ കൊള്ളാം കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. എനിക്ക് ആ അച്ചാറാണ് ഇഷ്ടപ്പെട്ടത്. ബിരിയാണി സൂപ്പർ ബിരിയാണി. അവിടെ റൂമുണ്ട്, ഹോട്ടലുണ്ടല്ലോ. ഹോട്ടലുണ്ട്, പക്ഷേ 250 അല്ല. അല്ലല്ല, 250 അല്ല, 300 റിയാലാണ്. 300 പ്ലസ് തരീവാണ്. അതിന് നമുക്ക് 3 ദിവസം വേണോന്ന് പറഞ്ഞപ്പോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞാണ്. അത് ചിലപ്പോ 20 റിയാൽ അഡ്ജസ്റ്റ് ചെയ്ത് തരും. മെട്രോ സ്റ്റേഷൻ ആണല്ലേ? വേറെ വെറൈറ്റിയിലാണ് ചെയ്തേക്കുന്നത്. വെറൈറ്റി അവിടെയൊക്കെ പോലെ ഉള്ളത് തന്നെ. അവിടത്തേക്ക് മെട്രോ വെച്ചാൽ അന്യായ മെട്രോകളാണ് സ്റ്റേഷൻ. ഇതിപ്പോ നമ്മള് പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ മുഖ്ലിസിലേക്കാണ് പോകുന്നത്. നമ്മൾ മച്ചായ കണ്ടിട്ടുണ്ട്. അതിൽ വന്നത് ആ കീഴടക്കിയിരിക്കുന്നു, അടുക്കള കീഴടക്കിയില്ലേ. ആളിനെ കണ്ടു. അൻപർ നാരങ്ങളും പിഴിയുന്നു. ഐസ് കട്ടയൊക്കെ ഉണ്ടല്ലേ, ഫുൾ സെറ്റപ്പാണ്. പറയാ, എങ്ങനെയുണ്ട് കിച്ചൺ? എങ്ങനെയുണ്ട്? സെറ്റപ്പല്ലേ? ഒറ്റയ്ക്ക് അച്ഛാ നമ്മളെല്ലാം ലോകം അറിയിക്കും അല്ലേ? ഉപ്പിടും. ഇപ്പൊ പഞ്ചാര അതൊക്കെ മതി, അതൊക്കെ മതി. പിന്നെ ഗൾഫിലൊക്കെ നമുക്ക് 2 ഗ്ലാസ് തന്നെ ധാരാളമാണ് അല്ലേ? അതാണ്, ശരിയാ. അതെ അതെ.